വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയർ. നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് വേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ് ഏതെങ്കിലും ഒരു കോഡ് എഡിറ്റർ എന്ന് പറയുന്നത്. കോഡ് എഡിറ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് എഡിറ്റർ ആണ്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ടാവും, സ്നിപ്സ്, ഓട്ടോ കംപ്ലീഷൻ, അതേപോലെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്റർ തന്നെയാണ് കോഡ് എഡിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ കോഡ് എഡിറ്ററിൽ ഒരുപാട് നല്ല കോഡ് എഡിറ്റേഴ്സ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു കോഡ് എഡിറ്ററാണ് ഞാൻ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. VS കോഡ് എന്ന് പറയുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. VS കോഡ് എന്നാണ് ഷോർട്ട് നെയിം പറയുന്നത്. അതിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോഡ് എഡിറ്റർ ആണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് സെർച്ച് ചെയ്യാണ്. വിഷ്വൽ സ്റ്റുഡിയോ എന്ന് മാത്രം സെർച്ച് ചെയ്യുന്ന സമയത്ത് വേറൊരു സോഫ്റ്റ്വെയർ കൂടെ വരും. അത് ഈ ഒരു പർപ്പിൾ കളറിലുള്ളത്. ഇത് വിഷ്വൽ സ്റ്റുഡിയോ ആണ്. അത് .NET പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഉപയോഗിക്കുന്നതാണ്. ഇതല്ല നമുക്ക് വേണ്ടത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് സെർച്ച് ചെയ്യുക. അതിന്റെ ഡൗൺലോഡ് പേജിൽ പോയിട്ട് ഏതാണ് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനനുസരിച്ചുള്ളത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം ആ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഒരു കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്, അതിന് ഓക്കെ കൊടുക്കാം. അതിനുശേഷം എഗ്രിമെന്റ് അക്സെപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കാം. ഏത് ഫോൾഡേഴ്സ് ആണുള്ളത് നെക്സ്റ്റ് കൊടുക്കാം. കണ്ടെക്സ്റ്റ് മെനു നെക്സ്റ്റ്, പിന്നെ എല്ലാ ഓപ്ഷൻസും സെലക്ട് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഇൻസ്റ്റാൾ, അതിനുശേഷം ഫിനിഷ് കൊടുക്കും. ഇപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഞാനിവിടെ ടാസ്ക് ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതാണ് ഡീഫോൾട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വെൽക്കം സ്ക്രീനിൽ കുറച്ച് ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് തീം സെറ്റ് ചെയ്യുന്നതും മറ്റൊക്കെയാണ്. ജസ്റ്റ് ഇപ്പോൾ സ്കിപ്പ് ചെയ്യാം. നമുക്ക് മാനുവലായിട്ട് ഓരോന്നും ചെയ്യാം. ഇങ്ങനെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സൈഡ് ബാർ കാണാം. സൈഡ് ബാറിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ്പ്ലോറർ ആണ്. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ആഡ് ഫോൾഡർ ടു വർക്ക്സ്പേസ് എന്ന് പറയും. അതിനുശേഷം ഞാനിപ്പോൾ ഒരു തൽക്കാലം എൻ്റെ ഒരു റെപ്പോസിറ്ററി ഓപ്പൺ ചെയ്യുന്നുണ്ട്, ബീറ്റാ സ്ക്വയർ ടാസ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ കൺഫർമേഷൻ ചോദിക്കാം, ഡു യു ട്രസ്റ്റ് ഓതേഴ്സ് ഓഫ് ദിസ് ഫോൾഡർ? യെസ് കൊടുക്കാം. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൾഡർ നമ്മൾ VS കോഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഫയൽസും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലുള്ള ഇതാണ് ആക്ടിവിറ്റി ബാർ എന്ന് പറയുന്നത്. ആക്ടിവിറ്റി ബാറിലുള്ള എക്സ്പ്ലോറർ ക്ലിക്ക് ചെയ്യുക. എക്സ്പ്ലോറർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഫോൾഡറും അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോഗിൾ ആണ്. ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ടോഗിൾ ചെയ്യും. ഞാനിവിടെ ഒരു HTML ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ട് നിങ്ങളൊരു വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ അതിന്റെ തീം മാറ്റുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ കണ്ണിന് നല്ല ഒരു റിലാക്സിംഗ് ആയിട്ട് തോന്നുന്ന ഒരു തീം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നിങ്ങൾക്ക് കമാൻഡ് പാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കമാൻഡ് പാലറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്കിലാണെങ്കിൽ നിങ്ങൾ കമാൻഡ് ഷിഫ്റ്റ് പി, വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് പി. ഞാൻ കൺട്രോൾ ഷിഫ്റ്റ് പി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് കളർ തീം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. അപ്പോൾ പ്രിഫറൻസസ് കളർ തീം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് തീം ഓപ്ഷൻസ് കാണാം. അതിൽ നിങ്ങൾ കീബോർഡിലെ ഡൗൺ ആരോ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നാവിഗേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. ഏത് തീമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ കണ്ണിന് ഫ്ലെക്സിബിൾ ആയിട്ട് തോന്നുന്നത് ആ തീം എത്തുന്ന സമയത്ത് ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ തീം ആക്ടിവേറ്റ് ആവും. ബൈ ഡിഫോൾട്ട് കുറച്ച് തീം മാത്രമേ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അത് വേണ്ട, അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി അഡീഷണൽ തീംസ് വേണമെന്നുണ്ടെങ്കിൽ ബ്രൗസ് അഡീഷണൽ കളർ തീംസ് എന്ന് പറയുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ആരോ കീ ഉപയോഗിക്കാം. ആരോ കീ ഉപയോഗിച്ചിട്ട് ഏത് തീമാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയി തോന്നുന്നത് ആ തീം എത്തുന്ന സമയത്ത് എൻ്റർ കീ പ്രസ് ചെയ്യാം. ഞാനിവിടെ കമ്മ്യൂണിറ്റി മെറ്റീരിയൽ തീം പെയിൽ നൈറ്റ് എന്ന് പറയുന്ന തീം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് കൺഫർമേഷൻ ചോദിക്കും അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ തീം ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ആക്ടിവിറ്റി ബാറിലുള്ള വേറൊരു ഓപ്ഷനാണ് എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഷോർട്ട് കട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്, കൺട്രോൾ ഷിഫ്റ്റ് എക്സ്. എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കോഡ് എഡിറ്ററിൽ അഡീഷണൽ ഫംഗ്ഷനാലിറ്റീസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് നിങ്ങൾക്ക് എക്സ്ട്രാ ഫംഗ്ഷനാലിറ്റീസ് നിങ്ങളുടെ കോഡ് എഡിറ്ററിൽ കൊണ്ടുവരാൻ പറ്റും. അതിൽപ്പെട്ട ഒന്നാണ് ലോറം ഇപ്സം. നമ്മൾ സാധാരണ ഒരു വെബ് പേജ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് HTML ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കണ്ടന്റ്സ് കൊടുക്കേണ്ടി വരും, ഡമ്മി കണ്ടന്റ്. അത് നമ്മൾ ഓരോന്നും ആലോചിച്ച് എന്ത് ടൈപ്പ് ചെയ്യണം, എന്ത് പാരഗ്രാഫ് ടൈപ്പ് ചെയ്യണം എന്നുള്ളത് ആലോചിച്ച് ഒരുപാട് പാരഗ്രാഫ് ഉണ്ടാക്കുന്നതിന് പകരം ഡമ്മി ആയിട്ടുള്ള കണ്ടന്റ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോറം ഇപ്സം യൂസ് ചെയ്യാം. ലോറം ഇപ്സം എന്ന് പറയുന്നത് മീനിങ് ഇല്ലാത്ത കുറച്ച് വേർഡ്സ് ആണ് ലോറം ഇപ്സം. അപ്പോൾ ആ ലോറം എന്ന് പറഞ്ഞ് എക്സ്റ്റൻഷൻ ടാബിൽ വന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോറം ഇപ്സം എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അതിൽ ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ HTML ഫയലിൽ പോയിട്ട് എവിടെയാണോ നിങ്ങൾക്ക് ആ ലോറം ഇപ്സം യൂസ് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ ജസ്റ്റ് ലോറം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓട്ടോ കംപ്ലീഷൻ വരും. അതിൽ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോറം ഇപ്സം പാരഗ്രാഫ് അവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് നമ്പർ ഓഫ് പാരഗ്രാഫ്സ് ഇൻസേർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമാൻഡ് പാലറ്റിലേക്ക് പോവുക. അതായത് കൺട്രോൾ ഷിഫ്റ്റ് പി, അവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുക ലോറം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോറം ഇപ്സത്തിന്റെ പാരഗ്രാഫ് ഓപ്ഷൻ കാണാൻ പറ്റും. ലോറം ഇപ്സം ഇൻസേർട്ട് എ
ലൈൻ, ഇൻസെർട്ട് എ പാരഗ്രാഫ്, ഇൻസെർട്ട് മൾട്ടിപ്പിൾ പാരഗ്രാഫ്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇൻസെർട്ട് മൾട്ടിപ്പിൾ പാരഗ്രാഫ്സ് സെലക്ട് ചെയ്യുക. അതിൽ എത്ര പാരഗ്രാഫ്സ് ആണ് വേണ്ടതെന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പാരഗ്രാഫ്സ് നിങ്ങളുടെ എവിടെയാണോ കഴ്സർ വെച്ചിട്ടുള്ളത് അവിടെ ഇൻസേർട്ട് ആവും. ഈ നിങ്ങളുടെ ഫയൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഭാഗമാണ് നമ്മൾ സൈഡ് ബാർ എന്ന് പറയുന്നത്. സൈഡ് ബാർ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Ctrl+B ക്ലിക്ക് ചെയ്യാം. വീണ്ടും Ctrl+B ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡ് ബാർ വിസിബിൾ ആവും. ഇനി ബേസിക് ആയിട്ട് നിങ്ങൾ കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ എഡിറ്ററിൽ ചെയ്യേണ്ട കുറച്ച് സെറ്റിംഗ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ കോഡ് എഡിറ്ററിൽ സെറ്റിംഗ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഫയൽസിൽ പോയിട്ട് പ്രിഫറൻസസ് സെറ്റിംഗ്സ് അങ്ങനെ ചൂസ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ VS കോഡിലെ താഴെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് കാണുന്ന ഈ സെറ്റിംഗ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ സെറ്റിംഗ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് വേർഡ് റാപ്പ് എനേബിൾ ചെയ്യണം. അതായത് നിങ്ങൾ ഇവിടെ ഇപ്പോൾ പാരഗ്രാഫ് ഇൻസേർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് വലിയ പാരഗ്രാഫ് ആയതുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒറ്റ സ്ക്രീനിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് എനേബിൾ ചെയ്യാൻ സെറ്റിംഗ്സിൽ പോയിട്ട് അവിടെ നിങ്ങൾക്ക് വേർഡ് റാപ്പ് എന്ന് സെർച്ച് ചെയ്യാം. അതിൽ വേർഡ് റാപ്പ് നിങ്ങൾ ഓൺ ചെയ്യുക. വേർഡ് റാപ്പ് എനേബിൾ ചെയ്ത് ഓൺ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ HTML ഫയലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാതെ തന്നെ നിങ്ങളുടെ കണ്ടന്റ് ഓട്ടോമാറ്റിക്കലി അടുത്ത ലൈനിലേക്ക് വന്നത് കാണാൻ പറ്റും. ആക്ച്വലി ഇത് അടുത്ത ലൈൻ അല്ല, ലൈൻ നമ്പർ ഇവിടെ ചേഞ്ച് ചെയ്തിട്ടില്ല, ഒരേ ലൈനിൽ തന്നെയാണുള്ളത്. പക്ഷെ നിങ്ങളുടെ വിസിബിലിറ്റി നിങ്ങൾക്ക് റാപ്പ് ചെയ്ത് കാണാൻ പറ്റും. അടുത്തതായിട്ട് നിങ്ങൾ നിങ്ങളുടെ എഡിറ്ററിൽ ചെയ്യേണ്ട ഒരു സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ഫോണ്ട് സൈസ് ആണ്. ഫോണ്ട് സൈസ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം. ഫോണ്ട് എന്ന് പറഞ്ഞ് സെറ്റിംഗ്സിൽ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ട് സൈസ് കാണാൻ പറ്റും. അവിടെ 14px ആണ് ഇപ്പോൾ ഉള്ളത്. അത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാറ്റിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫയലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ചസ് വന്നത് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ കോഡൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫോർമാറ്റിംഗ് ചെയ്യണം. അതായത് ഇവിടെ ഞാനിപ്പോൾ എൻ്റെ ഒരു HTML ഫയൽ പാരഗ്രാഫ് ഇട്ട സമയത്ത് ഒരു അലൈൻമെന്റ് ഒന്നും പ്രോപ്പർ അല്ല, അത് പ്രോപ്പർ ആയിട്ട് ഫോർമാറ്റ് ചെയ്യപ്പെടണം. ആദ്യം ഞാൻ എൻ്റെ ഈ പാരഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് P ടാഗിന്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാണ്. ഞാനിപ്പോൾ P ടാഗിന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്, എന്നാലും ഇത് ഫോർമാറ്റഡ് അല്ല. അതായത് ചിലപ്പോൾ നമ്മൾ ടാഗുകളൊക്കെ ഇതേപോലെ ഇങ്ങനെ ഫോർമാറ്റഡ് അല്ലാതെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എക്സ്റ്റൻഷനിൽ പോയിട്ട് നിങ്ങൾ Prettier എന്ന് പറയുന്ന ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുക. Prettier എക്സ്റ്റൻഷൻ, Prettier. ഇവിടെ നിങ്ങൾക്ക് Prettier കോഡ് ഫോർമാറ്റർ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ കാണാൻ പറ്റും, അത് ഇൻസ്റ്റാൾ ചെയ്യാം. Prettier ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട് ഓട്ടോ ഫോർമാറ്റ് അല്ലെങ്കിൽ ഫോർമാറ്റ് ഓൺ സേവ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യും. ഫോർമാറ്റ് ഓൺ സേവ്, എഡിറ്റർ ഫോർമാറ്റ് ഓൺ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം HTML ഫയലിൽ വന്നിട്ട് Ctrl+S സേവ് ചെയ്യാം. പക്ഷെ പലപ്പോഴും അത് സേവ് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫയൽ, അതായത് നമ്മൾ HTML ഫയലാണ് നമ്മൾ ഇപ്പോൾ സേവ് ചെയ്യാൻ പോകുന്നത്, ഓട്ടോമാറ്റിക് ഫോർമാറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമാൻഡ് പാലറ്റ് ഓപ്പൺ ചെയ്യുക, Ctrl+Shift+P, അവിടെ ഫോർമാറ്റ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഫോർമാറ്റ് ഡോക്യുമെന്റ് ആ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം കോൺഫിഗർ ഡീഫോൾട്ട് ഫോർമാറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതിൽ Prettier കോഡ് ഫോർമാറ്റർ സെലക്ട് ചെയ്യുക. വീണ്ടും നിങ്ങൾ സേവ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഫോർമാറ്റ് ആവും. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫയൽ, സ്പെസിഫിക് ആയിട്ട് ഫയൽ, ഉദാഹരണത്തിന് നിങ്ങൾ CSS ഫയൽ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫോർമാറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു തവണ ആ ഒരു ടൈപ്പ് ഓഫ് ഫയലിന് ആദ്യത്തെ ഒരു തവണ നിങ്ങൾ നിങ്ങളുടെ Prettier കോൺഫിഗർ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് Ctrl+Shift+P നിങ്ങളുടെ അതിൽ ഫോർമാറ്റ് ഡോക്യുമെന്റ് വിത്ത് സെലക്ട് ചെയ്യുക, കോൺഫിഗർ ഡീഫോൾട്ട് ഫോർമാറ്റർ Prettier എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് ആവും. ഓരോ ടൈപ്പ് ഫയലും ഇങ്ങനെ നിങ്ങൾ ഡീഫോൾട്ട് ഫോർമാറ്റർ സെറ്റിംഗ് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ VS കോഡിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ഓപ്ഷൻ ആണ് ഓട്ടോ സേവ് എന്ന് പറയുന്നത്. ഓട്ടോ സേവ് എന്ന് സെർച്ച് ചെയ്യാം. ഓട്ടോ സേവ് അവിടെ ഓഫ് എന്നുള്ളത് മാറ്റിയിട്ട് ഓൺ ഫോക്കസ് ചേഞ്ച്, അതായത് നിങ്ങൾ ഈ ഒരു ഫയലിൽ നിന്ന് ഫോക്കസ് മാറുന്ന സമയത്ത് സേവ് ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് മാനുവലായിട്ട് നിങ്ങളുടെ ഫയൽ സേവ് ചെയ്യേണ്ടി വരില്ല. അത് ഞാനിപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എൻ്റെ VS കോഡിൽ ചേഞ്ച് വരുത്തിയതുകൊണ്ടാണ് ആ ഫയലിന്റെ മുകളിലായിട്ടൊരു ഡോട്ട് കാണുന്നത്, ഒരു വൈറ്റ് ഡോട്ട് കാണുന്നത്. ഫയലിൽ ചേഞ്ച് ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ ഏത് ഫയലാണോ ഓപ്പൺ ചെയ്തത് ആ ഫയലിന്റെ പാത്ത് നിങ്ങൾക്ക് ടോപ്പിലായിട്ട് കാണാൻ പറ്റും. അതായത് ബീറ്റാസ്ക്രോൾ ടാസ്ക് എന്ന് പറഞ്ഞ ഫോൾഡറിൽ index.html ഫയൽ, അതാണ് എൻ്റെ ഫയലിന്റെ പാത്ത് എന്ന് പറയുന്നത്. അതിൽ കോഡിന്റെ പാത്ത് കൂടെ കാണിക്കുന്നുണ്ട്. ഇനി ഫയലിന്റെ പാത്ത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെയും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഫോക്കസ് CSS ഫയലിലേക്ക് മാറ്റാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് അത് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സേവ് ചെയ്തുകൊണ്ടാണ് അവിടെ ഡോട്ട് പോയത്. ഓട്ടോമാറ്റിക് സേവ് ചെയ്യുന്നുണ്ട്. നമ്മൾ മാനുവലായിട്ട് സേവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല.